ഞാൻ കേസ് കൊടുത്താൽ ഞാൻ വക്കീലിന് ഫീസ് കൊടുക്കണം, കോടതി ഫീസ് കൊടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. പക്ഷേ സുകുമാരൻ നായർ മന്നത്ത് ആചാര്യൻ പിടിയേരി ശേഖരിച്ചുണ്ടാക്കിയ NSSൻ്റെ പണമെടുത്ത് സുകുമാരൻ നായർ കേസ് നടത്തും. അന്തസ്സുണ്ടെങ്കിൽ കോടതിയിൽ കേസ് വാദിക്കണം, ജഡ്ജി മുമ്പാകെ കേസ് വാദിക്കാൻ തരാണ്. വക്കീൽ ചെല്ലുക, അവധി വയ്ക്കുക, പോവുക. ഈ വക്കീലന്മാർക്കെല്ലാം NSSൻ്റെ പണമെടുത്താണ് ഫീസ് കൊടുക്കുന്നത്. ഞാൻ മാത്രമല്ല, എന്നെ കേൾക്കുന്നവരും നിങ്ങളുടേതായ നിലയിൽ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള തെറ്റുകൾ, നിങ്ങൾ NSSൽ കാണിക്കുന്ന നെറുകേടുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് രേഖപ്പെടുത്തണം എന്ന് ലോകത്തുള്ള മുഴുവൻ നായർ സമുദായങ്ങളിലും ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുക. എന്നാൽ താൻ കേസ് കൊട് എന്നൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ കണ്ടു കാണത്തില്ല. ആ സിനിമ കണ്ടവർക്കറിയാം. അതിലൊരു പാവപ്പെട്ടവനൊരു കേസ് കൊടുക്കും, അവസാനം ഒരു വലിയ മന്ത്രിയുടെ കസേര അങ്ങ് തെറിക്കും എന്ന് പറഞ്ഞ പോലെ എന്നാൽ താൻ കേസ് കൊട് എന്ന് പറയുമ്പോൾ ഞാൻ കേസ് കൊടുക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. കാരണം മന്നത്ത് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് കേസ് കെട്ടുകൾ ഒഴിവാക്കണം. മാത്രമല്ല, ഞാനിപ്പോൾ ഒരു കേസ് കൊടുത്താൽ ശ്രീ സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കേസ് നടത്തുകയാണ്. അപ്പം ഞാൻ കേസ് കൊടുത്താൽ ഞാൻ വക്കീലിന് ഫീസ് കൊടുക്കണം, കോടതി ഫീസ് കൊടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. പക്ഷേ സുകുമാരൻ നായർ മന്നത്ത് ആചാര്യൻ പിടിയേരി ശേഖരിച്ചുണ്ടാക്കിയ NSSൻ്റെ പണമെടുത്ത് സുകുമാരൻ നായർ കേസ് നടത്തും. കാരണം കഴിഞ്ഞ സിവിൽ കേസ് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം വരെ തീർക്കുണ്ടാവില്ല. കാരണം ഇദ്ദേഹത്തിനെതിരെ കൊടുത്ത ഒരു കേസിൽ NSSൻ്റെ പണമെടുത്ത് വക്കീലന്മാരെ വെച്ച് 89 തവണ കോടതിയിൽ കേസ് മാറ്റിവെപ്പിച്ചു. അന്തസ്സുണ്ടെങ്കിൽ കോടതിയിൽ കേസ് വാദിക്കണം, ജഡ്ജി മുമ്പാകെ കേസ് വാദിക്കാൻ തരാണ്. വക്കീൽ ചെല്ലുക, അവധി വയ്ക്കുക, പോവുക. ഈ വക്കീലന്മാർക്കെല്ലാം NSSൻ്റെ പണമെടുത്താണ് ഫീസ് കൊടുക്കുന്നത്. 89 തവണ ഒരു കേസ് വയ്ക്കുന്നത്, മാറ്റിവെക്കുന്നത് ജുഡീഷ്യറിയോട് പോലും കാണിക്കുന്ന മര്യാദകേടാണ്. ആ മര്യാദകേടിന് ഇനി അവസരം ഒരുക്കുന്നില്ല. ഇനി പറയാനുള്ളത് ജനങ്ങളോട് പറയും, ജനകീയ കോടതിയിൽ പറയും. ജനങ്ങൾ അത് ശരിയോ എന്ന്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയോ എന്ന് ജനങ്ങൾ ചിന്തിക്കുക. ഏതായാലും കേസ് കൊടുത്ത്, ഞാൻ കേസ് കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കണം. സുകുമാരൻ നായർ NSSൽ നിന്ന് എടുത്ത് പൈസ കൊടുക്കും. സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ കേസ് കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ തയ്യാറാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ആ ഒരു സംഘത്തിലുമില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞു തരുന്നുണ്ട്, കരയോഗത്തിലെ അംഗത്വം ആരും ഉപേക്ഷിക്കരുത്. എല്ലാവരും NSSൻ്റെ ഉള്ളിൽ നായർ സർവീസ് സൊസൈറ്റിക്കുള്ളിൽ നേരം നായർ കൃത്യ സമാജം എന്ന പേരിൽ മന്നത്ത് ആചാര്യൻ തുടങ്ങിയ ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുക. പുറത്ത് പോകരുത്. പുറത്ത് പോകുന്ന ഇവർക്കൊരു അവസരമാണ്. അതുകൊണ്ട് പുറത്ത് പോകരുത്. അനീതി ചെയ്യുന്നവർ പിടിക്കപ്പെടണം. അതുകൊണ്ട് കേസ് കൊടുക്കുന്ന പ്രശ്നമില്ല. കാരണം കേസ് കെട്ട് പാടില്ല എന്ന് മന്നത്ത് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. കേസ് കൊടുത്താൽ NSSൻ്റെ പണമാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. ഞാൻ വക്കീലിന് കൊടുക്കുന്നതിന് എനിക്ക് വിഷമമില്ല ആ പോരാട്ടത്തിൽ. പക്ഷേ ഇദ്ദേഹം ഇത് ഓസിനടിക്കും. അങ്ങനെ ഇപ്പോൾ ഓസിനടിക്കണ്ട. പിന്നെ സിവിൽ കേസ് കൊടുത്താൽ ഈ ജന്മം മുഴുവൻ അത് നീങ്ങിപ്പോവും. അപ്പോൾ കേസൊന്നും ആയില്ല, കോടതിയൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് തടി ഊരാനുള്ള പരിപാടിയാണ്. അത് വേണ്ട. കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കുന്നതിന് പകരം കാണിക്കുന്ന മര്യാദകേടുകൾ ജനമധ്യത്തിൽ പറയും. ഞാൻ മാത്രമല്ല, എന്നെ കേൾക്കുന്നവരും നിങ്ങളുടേതായ നിലയിൽ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള തെറ്റുകൾ, നിങ്ങൾ NSSൽ കാണിക്കുന്ന നെറുകേടുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് രേഖപ്പെടുത്തണം എന്ന് ലോകത്തുള്ള മുഴുവൻ നായർ സമുദായങ്ങളിലും ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുക. അല്ല, ഞാൻ പറഞ്ഞല്ലോ 43 പേർക്ക് ജോലി കൊടുത്തു എന്ന് ദേവദാരുവിലെ ഇത്തിൽ കണ്ണികൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് കൃത്യമായ എവിഡൻസോടുകൂടിയാണ് പറയുന്നത്. 43 അല്ല 44 അദ്ദേഹം ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് ബന്ധുക്കൾക്ക് കൊടുക്കുന്നില്ലേ പറയുന്നത്. ഞാൻ മക്കൾക്കൊന്നും കൊടുത്തില്ല. കൊച്ചുമോന് 2 മാസം മുമ്പ് ലാബ് അസിസ്റ്റൻ്റായിട്ട് +2 ജോലി കൊടുത്തിട്ടുണ്ട്. കൊച്ചുമോന്, മകളുടെ മകന്. പിന്നെ ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് എന്തിന് പൈസ എടുത്ത് മാറ്റി, എന്തിന് തിരിച്ചിട്ടു, നമ്മൾ ചിന്തിക്കണം. അതുപോലെ തമിഴ്നാട്ടിലുണ്ടായിരുന്ന ശ്രീ അയ്യപ്പ കോളേജ്, അത് മന്നത്ത് ആചാര്യൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നു. തമിഴ്നാട്ടിൽ ശ്രീ അയ്യപ്പ എന്നൊരു കോളേജ് വാങ്ങി എന്ന അഭിമാനത്തോടെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. ആ കോളേജ് എവിടെ? ആ കോളേജിൻ്റെ ഇപ്പോഴത്തെ മാനേജർ ആരാണ്? ആ കോളേജിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥരാരാണ്? ആ കോളേജിൻ്റെ സ്ഥിതി എന്താണ്? അതിൻ്റെ ഉത്തരം ചോദിക്കുമ്പം കൊഞ്ഞനം കുത്തിയാൽ മതിയോ? ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ഞാൻ കൊണ്ടുവന്ന് കേസ് കൊടുക്കാം. ഏതൊരു പൗരനും ഇന്ത്യയിലെ കോടതി കേസ് കൊടുക്കാം. പക്ഷേ സിവിൽ കേസ് കൊടുത്താൽ വർഷങ്ങളോളം പോകും. ഇപ്പം കൊടുത്ത കേസ് ധൈര്യമുണ്ടെങ്കിൽ കോടതിയെ നേരിടണം. അല്ലാതെ 89 തവണ അവധിക്ക് വെപ്പിച്ചേച്ച് മിടുക്കൻ ചമയൊന്നും നല്ലതല്ല. നേരിടണം. പിന്നെ നിങ്ങൾ വേറൊരു കാര്യത്തിനോട് ഉത്തരം പറയാം. എൻ്റെ അച്ഛൻ പറഞ്ഞത് NSSനോടൊപ്പം നിൽക്കണം, NSSനെ തകർക്കാൻ ശ്രമിക്കരുത്. തകരാൻ സമ്മതിക്കില്ല. സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനോട് നിൽക്കണം. ഞാൻ നിന്നു, ഇല്ലെന്ന് പറയാം. ഞാൻ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ നിന്നു. എൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിച്ച് ഞാൻ 4 കൊല്ലമായിട്ട് നിൽക്കുകയാണ്. ഒരു രാത്രിയിൽ ഇരുട്ടത്ത് ജനാധിപത്യ മര്യാദകളെ മറികടന്നുകൊണ്ട് പത്തനാപുരം NSS യൂണിയൻ പിരിച്ചുവിടുകയാണ്. എന്ത് മാനദണ്ഡത്തിൽ? ഭൂരിപക്ഷം ഇല്ലെന്നോ? ഭൂരിപക്ഷം തെളിയിക്കുന്ന പേപ്പർ എന്തെങ്കിലും ഞാൻ കാണിച്ചല്ലോ മാധ്യമങ്ങളെ, തിരുവനന്തപുരത്ത് വെച്ച് 10 പ്രസ് ക്ലബ്ബിൽ.
അത് മാത്രമല്ല അന്ന് ഒരാളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് രാജിവെപ്പിച്ചു. 3 പേര് ആ തെറ്റിദ്ധരിപ്പിച്ച് രാജിവെച്ചാൽ അവിടുത്തെ ഒരു യൂണിയൻ സെക്രട്ടറി ഒരു ഫ്രോഡുണ്ട്, അവനെ തെറ്റിദ്ധരിപ്പിച്ച് രാജിവെപ്പിച്ചു. ആ രാജിവെപ്പിച്ചപ്പോൾ അവരത് തിരിച്ചു തന്നു. ഞങ്ങൾ രാജി പിൻവലിക്കുകയാണ്, ഗണേഷ് കുമാറിന് പിന്തുണയാണ് എന്ന് പറഞ്ഞിട്ട് രാജി പിൻവലിക്കുകയാണ്. ആ പിൻവലിച്ച രാജി അങ്ങോട്ട് കൊണ്ടുവരട്ടെ അവരെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ട, സെക്രട്ടറിയുടെ കൊടുത്തയച്ചാൽ മതി. എന്നിട്ട് ഇപ്പോൾ പറയുന്നു അത് കിട്ടിയില്ല എന്ന് കള്ളം പറയുക. സത്യം പറയണം. ഒരു അന്തസ്സുള്ള പദവി ഇരിക്കുന്ന ആൾ സത്യം പറയണം, കള്ളങ്ങൾ പറയരുത്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ പേപ്പറും, ആ രാജി കടലാസും എൻ്റെ രാജി പിൻവലിച്ച കടലാസും എൻ്റെ കയ്യിലുണ്ട്. രാജി പിൻവലിച്ച കടലാസ് എൻ്റെ അടുത്തുണ്ട്. അപ്പം ചതിയാണ്. രാത്രി സന്ധ്യ കഴിയും 5 മണി കഴിയുമ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് യൂണിയനുകൾ പിരിച്ചുവിടുക. എന്നാൽ താലൂക്ക് പിന്നെ എത്ര മണിക്കാണ് ഹൈറേഞ്ച് താലൂക്കിനെയും പിരിച്ചു വിട്ടെന്നറിയാം? രാത്രി 12 മണിക്കാണ്. അതേത് നീ 5 മണി കഴിഞ്ഞാൽ ഏതാ ഓഫീസ്? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കേസ് കൊടുക്കുന്നൊന്നും പറയണ്ട. കേസൊന്നും കൊടുക്കുന്നില്ല. നാട്ടുകാർ അറിഞ്ഞാൽ മതി, ജനകീയ കോടതിയിൽ അറിഞ്ഞാൽ മതി. കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുക്കാത്തതിൻ്റെ കാരണം ഇതാണ്. രാത്രി 5 മണിക്ക് ശേഷം ഒക്കെ ഔദ്യോഗിക ഓഫീസ് തുറന്നു വെച്ച് രാത്രിയൊക്കെ പിരിച്ചുവിടുന്നത് എന്ത് പേര് വിളിക്കാമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കൂ. ഞാനല്ലല്ലോ പറയേണ്ടത്. ഈ ജനാധിപത്യ രാജ്യത്ത് ഒരാൾക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വരുന്നൊരു കമ്മിറ്റിയെ നിർദാക്ഷിണ്യം പിരിച്ചുവിടാൻ പാതിരാത്രിക്കും അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ ആ ഹുങ്കിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. പലരും ചോദിക്കാറുണ്ട് ഈ ജനറൽ സെക്രട്ടറിയെ മാറ്റാൻ. എൻ്റെ വാക്കുകൾ ജനറൽ സെക്രട്ടറിയെ മാറ്റാൻ വേണ്ടിയുള്ളതല്ല, അത് മറ്റുള്ളവർ മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതിനൊരു മാർഗം കൂടി ഞാൻ പറഞ്ഞുതരാം. ജനറൽ സെക്രട്ടറി മാറ്റം എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മന്നച്ചായൻ്റെ സമാധി മണ്ഡപത്തിൽ ശിവഗിരിയിൽ പ്രവേശിക്കുന്ന പോലെ, പരിമലയിൽ പ്രവേശിക്കുന്ന പോലെ ഒരു ദേവാലയ തുല്യമായി നായർ സമുദായ അംഗങ്ങൾക്ക് മന്നത്തെ ആദരിക്കുന്ന എല്ലാവർക്കും ശുദ്ധിയോടെ വൃത്തിയോടെ വന്ന് വന്ദിച്ചു പോകാൻ ഉള്ള അവസരം ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വേറെ ഒരു ഡിമാൻഡും എനിക്കില്ല. എനിക്ക് പ്രസിഡൻറ്റും ആവണ്ട, സെക്രട്ടറി ആവണ്ട. എനിക്ക് മഞ്ചള്ളൂർ കരയോഗത്തിലെ സാധാരണക്കാരനായ ഒരു അംഗമായി ജീവിച്ചാൽ മതി. എനിക്ക് അതിൽ കൂടുതലൊന്നും വേണ്ട.